നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സമാധിയെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിയെക്കുറിച്ച് വളരെയേറെ ചർച്ചകൾ വന്ന സമയമായിരുന്നല്ലോ. കേരളത്തിലെ വായനാ ശേഷിയുള്ള അല്ലെങ്കിൽ ദൃശ്യശ്രാവ്യമായിട്ട് കേൾക്കാൻ പറ്റുന്ന എല്ലാവരും, വായിക്കാൻ പറ്റുന്ന എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു ആ വാർത്തകൾ ദിവസവും വീക്ഷിച്ചിരുന്നത്. ഒരു ദിവ്യനാണെന്ന പരിവേഷമൊക്കെ കാണിച്ച് ആ മരണത്തെ ആ വീട്ടുകാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പരസ്യം പ്രചാരണങ്ങൾ നൽകി ആ മരണത്തെ ഉന്നതിയിലെത്തിക്കുകയാണ് ചെയ്തത്. എന്തായാലും മരണമെന്ന് പറയുന്നത് തടസ്സപ്പെടുത്താൻ പറ്റാത്തൊരു കാര്യമാണ്. ഏത് സിദ്ധനായാലും എത്ര പ്രഗത്ഭനായാലും ശരി, മരണം നീട്ടിക്കിട്ടുകയാണെങ്കിൽ ഈ ഭൂലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക മനുഷ്യൻ അതിനായിരിക്കും. ഞാനൊന്നും മരണത്തെ കൂടുതൽ കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളല്ല. നമുക്ക് എന്നാണോ നേരത്തെ പോകാൻ കഴിയുക അന്ന് പോകണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മളെക്കാളൊക്കെ പ്രഗത്ഭരായിട്ടുള്ള അനേകം വ്യക്തികൾ നമ്മുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഈ സമാധി എന്നൊക്കെ പറയുന്നത് ഇന്ന് പുതിയ തലമുറയ്ക്ക് പുതുതായിട്ട് കേൾക്കുന്ന ഒരു വാക്കായിരിക്കാം. പക്ഷേ പുരാണങ്ങളിലും മാത്രമല്ല, പഴയ കഥകൾ എന്ന് പറഞ്ഞാൽ നടന്ന കഥകളിൽ സമാധിയെക്കുറിച്ച്, സമാധി മരണത്തെക്കുറിച്ച് ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല, മരണത്തെ സന്തോഷത്തോടു കൂടിയും വേദനകളില്ലാതെ സന്തോഷത്തോടെ പുൽകാൻ ചില നല്ല വ്യക്തികൾക്ക് കഴിയുമെന്നുള്ളത് അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടി, അല്ലെങ്കിൽ മരണം നടക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചതായിട്ടുള്ള കാര്യങ്ങൾ പല നാട്ടിലും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ മക്കളോടൊക്കെ വരാൻ പറയുകയും എനിക്കധികം ആയുസ്സില്ല അല്ലെങ്കിൽ മണിക്കൂറുകളില്ല എന്ന് പറഞ്ഞ് അതേ ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ മരണമടഞ്ഞ ആളുണ്ടായിട്ടുണ്ട്. അത് സമാധിയല്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഞാനിപ്പോൾ താമസിക്കുന്ന രാമനാട്ടുകരയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ആണ് ഞാനിന്ന് സംസാരിക്കുന്നത്. രാമനാട്ടുകര പുതുക്കോട് അംശം ദേശത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ താമസിച്ചിരുന്ന വേലുവേട്ടനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. 1964 തൻ്റെ 84ാം ജന്മദിനാഘോഷം വീട്ടിൽ നടത്തുമ്പോൾ അദ്ദേഹം വീട്ടുകാരോടും കുടുംബക്കാരോടും അദ്ദേഹം പറയുകയുണ്ടായി, എൻ്റെ മരണം നടക്കാൻ പോവുകയാണ്. ഞാൻ മരണാനന്തര ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഭസ്മം, ചന്ദനം, ചാണകക്കൂട്ട്, ചകിരി, മറ്റ് ചാണകവരളി എന്ന് പറഞ്ഞാൽ കത്തിക്കാൻ എളുപ്പമുള്ള, അന്നത്തെയൊക്കെ ചാണകം ഉണക്കി വെച്ച് കത്തിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ശവസംസ്കാര ചടങ്ങുകളിൽ അതെല്ലാം ഉപയോഗിക്കും. ഇത്തരം സാധനങ്ങളെല്ലാം ഞാൻ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ മരണം നടന്നാൽ ഓട്ടുപാറക്കുന്നിൻ്റെ മുകളിൽ ശവസംസ്കാരം നടത്തണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം അത് പറഞ്ഞപ്പോൾ കുടുംബക്കാർക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഇദ്ദേഹം പറയുന്ന മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുമെന്ന്, മുൻകൂട്ടി അത്തരം കാര്യങ്ങളൊക്കെ പറയാൻ കഴിവുള്ള വ്യക്തിയാണെന്ന് ഏകദേശ രൂപമുണ്ടായിരുന്നു. അന്ന് കുടുംബക്കാരോടെല്ലാം വാസുവേട്ടൻ പറഞ്ഞത്, നിങ്ങൾ ഇന്നെല്ലാവരും പോയിക്കോളൂ. കാരണം പല ദിക്കിൽ നിന്നായിട്ട് വന്നവരായിരുന്നു അധികവുമുള്ളത്. അന്ന് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. രാമനാട്ടുകരയിൽ നിന്ന് റോഡ് വഴി പുതുക്കോട് സ്കൂൾ വരെ റോഡുള്ളൂ. അത് കഴിഞ്ഞ് വീടുകളിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ ഊടുവഴികൾ, ഇടവഴികൾ, വരമ്പുകൾ കൂടിയുള്ള യാത്രകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. യാത്രാ സൗകര്യം വളരെ കുറവ്. ഇന്ന് കാണുന്ന പുതുക്കോട് റോഡ്
പാറമ്മൽ നിന്നുള്ള പുതുക്കോട് റോഡ് ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ. അന്ന് വയലിൽ കൂടി നടന്നിട്ട് വേണം രാമനാട്ടുകരയിലെത്താൻ. രാമനാട്ടുകരയിൽ കുറച്ച് ബസ്സുകൾ മാത്രം ഓടിയിരുന്ന ഒരു കാലഘട്ടം 1964 കാലഘട്ടമാണെന്ന് ഓർക്കുക. മഹായോഗികളുടെയൊക്കെ കഥകൾ വായിച്ചിട്ടുണ്ട്. മരണം നേരത്തെ നടക്കുമെന്ന് പ്രവചിച്ചിരുന്നവർ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ച മഹാന്മാരായ വ്യക്തികളുണ്ടായിരുന്നു. അതിലാണ് മലയിൽ വേലുവേട്ടൻ എന്ന് പറയുന്ന ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ വളരെയേറെ കാർമ്മികത്വം വഹിച്ച വേലുവേട്ടൻ ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു. അന്ന് ചുമടുതാങ്ങികൾ നിർമ്മിക്കുക, വഴികൾ അല്ലെങ്കിൽ റോഡ് വെട്ടാനുള്ള സഹായങ്ങൾ നൽകുക, അതുപോലെയുള്ള പൊതുപ്രവർത്തനങ്ങളിലൊക്കെ സ്വന്തം പൈസ മുടക്കി ചെയ്തിരുന്ന വേലുവേട്ടൻ ഒരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു. കോഴിക്കോട് അങ്ങാടിയിൽ അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ടായിരുന്നു. അത് മക്കളായിട്ട് ആ ബിസിനസ്സൊക്കെ നടത്തിപ്പോന്നിരുന്നു. ഒരു വ്യവസായ ശൃംഖല തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കോഴിക്കോട് ഹിന്ദു ഹോട്ടൽ എന്ന് പറയുന്ന നല്ലൊരു ഹോട്ടൽ നടത്തിയിരുന്നു. മക്കൾക്കൊന്നും പിന്നീട് ആ ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഞാൻ അറിയുന്നിടത്തോളം കുറേ വർഷങ്ങൾ ആ ഹോട്ടലുകൾ അവർ നടത്തിയിരുന്നു. പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നടത്തിയില്ല. അതുപോലെ സൈക്കിൾ ഷോപ്പുകൾ, മറ്റ് ഷോപ്പുകളെല്ലാം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അന്ന് മക്കളും മരുമക്കളുമായി കോഴിക്കോട് റോബിൻസൺ റോഡിൽ ആദ്യകാല കച്ചവടക്കാരനായ വേലുവേട്ടൻ സി കെ സൈക്കിൾ സ്റ്റോർ, ഹിന്ദു ഹോട്ടൽ എന്നിവ നല്ല രീതിയിൽ നടത്തിപ്പോന്നിരുന്നു. കാലക്രമേണ ആ കടകളെല്ലാം പൂട്ടിപ്പോയി. ഇന്നും ഒന്ന് രണ്ട് കടകൾ ആ പേരിൽ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. അദ്ദേഹം മുൻകൂട്ടി തയ്യാറെടുപ്പ് നടത്തി. അദ്ദേഹം മരിക്കുന്നതിൻ്റെ തലേന്ന് ഇളയ മകനോട് പറഞ്ഞു, നമുക്കൊന്ന് കോഴിക്കോട് പോകണം. അപ്പോൾ രാവിലെ രാമനാട്ടുകര വരെ നടന്നു പോകാറാണ് ഇദ്ദേഹം പതിവ്. ഇദ്ദേഹത്തിന് പിറ്റേന്ന് രാവിലെ ഒരു ക്ഷീണം തോന്നിയപ്പോൾ മകൻ പറഞ്ഞു, നമുക്ക് കാറ് വിളിക്കാമെന്ന്. അപ്പോൾ കാറ് വിളിക്കാൻ ഫോൺ വിളിച്ചാലൊന്നും പറ്റില്ല. ഒന്നുകിൽ പോയി കൂട്ടിക്കൊണ്ടുവരിക തന്നെ വേണം. ഇന്നത്തെ പോലെ ഫോൺ സമ്പ്രദായങ്ങളൊന്നുമില്ല. ഒരു കമ്പി അടിക്കണമെങ്കിൽ, അന്നൊക്കെ ടെലിഗ്രാം ചെയ്യണമെങ്കിൽ കോഴിക്കോട് പോയിട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വേണം ചെയ്യാൻ. 1964 കാലഘട്ടമാണ്. അപ്പോൾ ആരോ പോയിട്ട് രാമനാട്ടിൽ പോയിട്ട് കാറ് വിളിച്ചു കൊണ്ടുവന്നു. എന്നാൽ കാറിൽ സവാരി ആവാം. ഇതുവരെ കാറിൽ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. അപൂർവ സമയങ്ങളിൽ മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ അദ്ദേഹം. പുതുക്കോട് നിന്ന് രാമനാട്ടിലേക്ക് നടക്കുകയാണ് ചെയ്യാറ്. അതാണ് പതിവ്. പക്ഷെ അത് മാറി. ഇന്ന് കാറിലാവാം എന്ന് അദ്ദേഹം മകനോട് പറയുകയും കാറ് വരികയും റോബിൻസൺ റോഡിൽ തൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ആദ്യകാല കച്ചവടക്കാരനായ അദ്ദേഹത്തെ കാണാൻ അന്ന് കച്ചവടം ചെയ്ത, അവിടെ റോബിൻസൺ റോഡിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവർ വീട്ടിലേക്ക് വന്നു. പതിവ് പോലെ വന്ന അവരെയെല്ലാം സംസാരിച്ച് ചായയൊക്കെ കൊടുത്ത് അവരോട് പതിവില്ലാതെ വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞു. എന്തോ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം. അദ്ദേഹത്തിന് വൈകുന്നേരത്തോടു കൂടി അസുഖം വന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ സുഹൃത്തായ ഡോക്ടറെ വിളിച്ചു വരുത്തി. ഡോക്ടർ ഇദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ വേലുവേട്ടൻ പറഞ്ഞത്, ഡോക്ടറെ, നിങ്ങൾ മാത്രമേ എനിക്ക് ചികിത്സിക്കാനായ ഒരു ഡോക്ടറെ അടുത്ത് ഞാൻ വന്നിട്ടുള്ളൂ ഇന്ന് വരെ. ഒരു വൈദ്യരെടുത്ത് പോലും ഞാൻ ഇതുവരെ എൻ്റെ ജന്മത്തിൽ പോയിട്ടില്ല. 84 വയസ്സായി. നിങ്ങളാണ് എന്നെ ഒന്ന് തൊട്ട് ചികിത്സിക്കുന്നത്. അതും പറഞ്ഞ് ആ ഡോക്ടറോട് വിട പറയുകയും അന്ന് പിറ്റേന്ന് തന്നെ മകനോട് പറയുകയായി, എൻ്റെ മരണം അടുത്തു, എൻ്റെ മരണശേഷം സമാധിയായിട്ടിരുത്തണം, ഇന്ന രീതിയിലൊക്കെ ചെയ്താൽ മതി എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ പോലെ സമാധി ഇരുത്തുകയല്ല ചെയ്തത്. സമാധിയായ വ്യക്തിയെ, സാധാരണ മനുഷ്യരെ, ഹിന്ദുക്കളിലെ ആചാരപ്രകാരമുള്ള കത്തിച്ചു കളയുന്ന രീതി തന്നെയാണ് ചെയ്തത്.
എങ്കിലും ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ശരീരം കുളിപ്പിക്കണ്ട, മറ്റ് ചടങ്ങുകളൊന്നും വേണ്ട. അതുമാത്രമല്ല, ഇദ്ദേഹത്തെ കോഴിക്കോട് നിന്ന് മരിച്ചിട്ട് അന്നൊരു കാറിൽ കിടത്തി, അന്ന് ആംബുലൻസ് ഒന്നും ഇല്ല, പ്രത്യേകിച്ച് കാറിൽ കിടത്തിയാണ് പുതുക്കോട്ടേക്ക് കൊണ്ടുവരുന്നത്. പുതുക്കോട് എത്തിയപ്പോൾ ഈ ശവശരീരം കണ്ട് ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ കരഞ്ഞു. അദ്ദേഹം കരഞ്ഞതിന് പിന്നിലുണ്ടായ കാര്യം, ഈ വേലുവേട്ടൻ ഒരാഴ്ച മുമ്പേ പറഞ്ഞിരുന്നു, ഞാൻ ഉടനെ മരിക്കും, എന്നെ മരിച്ചാൽ നീ ഇവിടെ നേറ്റിക്കൊണ്ടുപോയി കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കണമെന്ന്. അതാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് കരച്ചിൽ വന്നത്. തൊട്ടടുത്ത സ്കൂളിൽ നിന്നൊരു ബെഞ്ചെടുത്തു. ആ ബെഞ്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ശവശരീരം വെച്ചു. അവിടെ നിന്ന് വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ഹോട്ടലുകാരൻ ഇവരെ വിളിച്ചു, ഇവിടെ ഭക്ഷണം റെഡിയായിട്ടുണ്ട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ഇല്ല, വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ വേലുവേട്ടൻ ഒരാഴ്ച മുമ്പ് പറഞ്ഞേൽപ്പിച്ചിരുന്നു, എൻ്റെ മരണം നടക്കും, മരണാനന്തര ചടങ്ങുകൾ നടന്നു വരുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുക്കണം, ചായ കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അതിൻ്റെ പൈസ മുൻകൂറായി അവിടെ നൽകിയിരുന്നു എന്നുള്ളത്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് താൻ തൻ്റെ കയ്യിൽ കരുതിയ പണക്കിഴി, ഇന്ന് പേഴ്സൊക്കെ ഉണ്ടാവും, അന്നൊക്കെ കിഴിയൊക്കെയാണ്, ആ പണക്കിഴി, അത് വലിയ തുകയൊന്നുമില്ല, ഒരു 36 രൂപ, അന്നത്തെ 36 രൂപ, അതെൻ്റെ ഇളയ മകന് കയ്യിലെടുത്തു കൊടുത്തു. അത് ചിലപ്പോൾ എടുത്തു കൊടുത്തത് മരണാനന്തര ചടങ്ങുകൾക്ക് മക്കൾ വിഷമിക്കരുതല്ലോ എന്ന് കരുതിയാവാം. അതിലൊക്കെ രസം, വൈദ്യരങ്ങാടിയിലേക്ക് കാറിൽ പോകുന്നതിന് മുമ്പ്, കാറ് വരുന്നതിന് മുമ്പ് തൻ്റെ മകളെ വീട്ടിൽ പോയി ഇരുന്നു, കാറ് വരുന്നത് വരെ അവിടെ വിശ്രമിക്കാമെന്ന രീതിയിൽ. മകൾ അപ്പോൾ ഒരു ചായ എടുക്കട്ടെ എന്ന് പറയുന്നതിന് പ്രധാന കാരണമുണ്ട്. ഞാൻ ചോദിച്ചാൽ മാത്രമേ എനിക്ക് വെള്ളം തരാൻ പാടുള്ളൂ എന്ന് മക്കളോടൊക്കെ എപ്പോഴും പറയുമായിരുന്നു. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കോ, അപ്പോൾ മാത്രം തന്നാൽ മതിയെന്ന്. ഒരിക്കലുമില്ലാതെ അന്ന് മകളോട് ചായ ആവാമെന്ന് പറയുകയും ആ ചായ വാങ്ങി കുടിച്ചിട്ടാണ് അന്ന് കോഴിക്കോട്ടേക്ക് വന്നത്. അപ്പോൾ മുൻകൂട്ടി പ്രവചിക്കാൻ ചില വ്യക്തികൾക്ക് കഴിയുമെന്നുള്ളത് ഈ വേലുവേട്ടൻ്റെ മരണത്തോട്, അല്ലെങ്കിൽ മരണം നമ്മളെ കാണിച്ചു തന്നു. ഇത് പഴം കഥയല്ല, പഴയ നടന്ന കഥയാണ്. 1964 പുതുക്കോട് നടന്ന ഒരു കഥയാണ്. അന്ന് ആ ശവശരീരം കണ്ട് കരഞ്ഞ വേലുക്കുട്ടി എന്ന് പറയുന്ന വ്യക്തി പൊതുപ്രവർത്തകനായിരുന്നു, ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു. അയാളാണ് പൊട്ടിക്കരഞ്ഞത്. കാരണം 2 ദിവസം മുമ്പേ എന്നെ വിളിച്ച്, എനിക്കിങ്ങനെ മരണം ഉണ്ടാകും, എന്നെ നീ കാമ്പുറത്തെ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോകണം, കാമ്പുറത്തെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ മലയിൻ്റെ മുകളിലേക്ക് എന്നെ ശവസംസ്കാരം ചെയ്യുന്ന സ്ഥലത്തേക്ക് എടുത്തു കൊണ്ടുപോകണമെന്ന് മുൻകൂട്ടി പറയുകയാണ് ഉണ്ടായത്. അതുപോലെ ഹോട്ടൽ നടത്തിപ്പുകാരനോട് എൻ്റെ ശവസംസ്കാരം നടന്ന് തിരിച്ചു വരുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കണം, അതിനുള്ള പൈസ ഞാൻ മുൻകൂറായി തരികയാണെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് സമാധി അല്ലെങ്കിൽ ആവുന്ന ഒരാളുടെ മുൻകൂട്ടിയുള്ള പ്രവചനം. ഇതെൻ്റെ നാട്ടിൽ നടന്ന കഥയാണ്. ഇത് പുസ്തക രൂപേണ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനാണെന്ന് തോന്നുന്നു, അദ്ദേഹം പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ പ്രതിപാദിക്കുന്ന കാര്യമാണിത്. അപ്പോൾ സമാധി എന്ന് പറയുന്നത് അത്ഭുതമുള്ള ഒരു കാര്യമല്ല. സമാധിയെക്കുറിച്ച്, അതിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.